നമസ്കാരം. ഇന്നൊരു കോഫി പുഡിങ്ങിന്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ കോഫി ലവേഴ്സിന് പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഫുൾ ഫാറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആവശ്യമെങ്കിൽ കൂട്ടി ഇടാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഒരു 3/4 ടീസ്പൂണോളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറു ചൂട് പാലാണെങ്കിലും എടുക്കാം. എന്തായാലും ചെറു ചൂടുള്ളത് ആയിരിക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് അലുത്ത് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് 250 ml കപ്പിലുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം നന്നായിട്ടൊന്ന് കട്ടയായിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമിൽ തയ്യാറാക്കിയ പൊടിയൊക്കെ ഇല്ലേ, ആ പൊടിയെല്ലാം കൂടെ അത് കലക്കിയ ഇതിന്റെ അകത്തോട്ട് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ. അപ്പം ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു പുഡിംഗ് ട്രേ എടുക്കുക. ഇതിലേക്ക് നമ്മുടെ കവറിലൊക്കെ കിട്ടുന്ന സാധാരണ റസ്ക് ആണ് എടുത്തിട്ടുള്ളത്. ഈ റസ്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മിക്സിൽ പാലിൽ കോഫി പൗഡർ ഇട്ട മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കി ഒന്ന് കുതിർത്തെടുക്കണം. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. എന്നിട്ട് ഈ ട്രേയിലേക്ക് അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക. റസ്ക് എല്ലാം ഒന്ന് നന്നായിട്ട് കുതിർന്നെന്ന് ഉറപ്പ് വരുത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ. അപ്പൊ എല്ലാ റസ്കും ഞാനിങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓരോ പുഡിംഗ് ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് ക്രീമിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. ഇതിവിടെ ചെറിയ ഒരു പുഡിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എനിക്കൊരു 250 ml കപ്പിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് ഇത്രയും ആവശ്യമായിട്ട് വന്നുള്ളൂ. അപ്പൊ ഇതുപോലെ ഞാനിന്ന് സെറ്റാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്താൽ മതിയാകും. ഇങ്ങനെ ഒന്ന് ലൂസായിട്ട് കിട്ടും. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചോ ചെറിയ ഒരു സ്റ്റിക്കൊക്കെ വെച്ചോ നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ ഫോർക്ക് വെച്ച് ചുമ്മാ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നമ്മളൊരു കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പൊ 4 മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ടുള്ളതാണ്. വളരെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി.